നീണ്ട കാലത്തിന് ശേഷമാണ് ഒരു സെഡാൻ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം സെഡാൻ ഇപ്പോൾ താല്പര്യക്കാർ തീരെ കുറവാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സെഡാൻ വാഹനങ്ങളല്ല, ഈ ഒരു കാറ്റഗറി, ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങൾ തീരെ മോശമായിട്ടല്ല ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ റോഡ് മോശമായതുകൊണ്ട് മാത്രമാണ് പലരും ഇപ്പോഴും മിഡ് സൈസ് എസ് യു വിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി അടുത്തൊരു വാഹനം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മിഡ് സൈസ് എസ് യു വി മതി എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകുന്നത്. പക്ഷേ ഇതുപോലെ ഉഗ്രൻ സെഡാൻ മോഡൽസൊക്കെ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വെർണയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം വണ്ടി ഒരു ഫ്രെയിമിൽ നമ്മൾ കൊള്ളിച്ച്, നമ്മുടെ പുതിയ ക്യാമറമാനാണ്, അപ്പോൾ ആളുടെ പരിചയക്കുറവൊക്കെ തീർച്ചയായിട്ടും വീഡിയോ കാണും. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. ആ ഒരു ക്യാമറയുടെ പുറകെ പിന്നെ ഒരു പ്രവർത്തിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് എടുത്തുകൊണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നി. കാരണം തീരെ താന്നൊരു സീറ്റിംഗ് പൊസിഷൻ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, റോഡിൽ കൂടി ഒഴുകി വരുന്ന പോലത്തെ ഒരു ഫീല്, നല്ല കിഡിയ സസ്പെൻഷൻ, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് റിഫൈൻഡ് ആയിട്ടുള്ളൊരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വിത്ത് ഒരു IVT ഗിയർ ബോക്സ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നമ്മളിവിടെ നിന്നുള്ള XX എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു 160 bhp വരുന്ന 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ വിത്ത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്ന വേർഷൻ കൂടി ഹ്യുണ്ടായി വെർണയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെഡാൻ വെർഷനാണ് ഇപ്പോഴും വെർണ ഒരു കാലത്ത് തിളങ്ങി വളരെ ക്ലിക്കായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഫ്ലൂഡിക് വെർണയുടെ കാലത്ത്. അതിനുശേഷം മിഡ് സൈസ് എസ് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കമ്പനിയിൽ വരുന്ന ഹ്യുണ്ടായി ലൈനപ്പിൽ തന്നെ വരുന്ന ക്രെറ്റയൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ച സമയത്താണ് വെർണ കുറച്ചൊന്ന് ഡിമ്മായത്. എങ്കിലും ഇപ്പോഴും ഒരു മോശം പറയാനില്ലാത്ത ഒരു ഉഗ്രൻ വാഹനം തന്നെയാണ് വെർണ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം. എല്ലാവരും എസ് യുടെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് വേറിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ ഹ്യുണ്ടായി വെർണ തന്നെയാണ്. ആദ്യകാലത്ത് ഈ മോഡൽ ഇറങ്ങിയ സമയത്ത് ഫ്രണ്ട് ഫേസ് ഒന്നും പലർക്കും അധികം ഡൈജസ്റ്റ് ആകാത്തൊരു ഡിസൈനാണ്. പക്ഷേ കണ്ട് വന്നപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായുടെ വളരെ വലിയൊരു ലോഗോ, ഒരു കണക്റ്റിംഗ് സ്ട്രിപ്പ് പോകുന്ന രീതിയിലുള്ളൊരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ്, തൊട്ട് താഴെ ബമ്പറിലായിട്ടാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ എന്തുകൊണ്ടോ ഹലോജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹ്യുണ്ടായി ഇപ്പോൾ വെന്യൂലും ക്രെറ്റയിലെ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷുള്ളൊരു ഗ്രില്ല് യൂണിറ്റ് തൊട്ട് താഴെയായിട്ട് കാണാം. തീരെ താഴ്ന്ന പ്രൊഫൈലാണ് നൽകിയിരിക്കുന്നത്. ബോണറ്റിലും അത്യാവശ്യം പവർ ബൾജും കാര്യങ്ങളും ഒക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് ഡിസൈൻ പക്കാ നീറ്റാണ്. ഇവിടെ നിന്ന് സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ലെന്തി ആയിട്ടുള്ള വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ വലിയ കട്ടിങ്ങും ക്രീസിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ലൈനൊക്കെ ചുറ്റും പോകുന്നതായിട്ട് കാണാം. മിററുമൊക്കെ വളരെ പ്രീമിയം ആയിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫെൻഡറിൽ ഓട്ടോ എന്നുള്ള ബാഡ്ജിങ് ആണ്. ബി പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ഒരു 10-15 കിലോമീറ്റർ ഓടിച്ച് വന്നെങ്കിലും ഇതുവരെ അങ്ങനെ അടിതട്ടുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തീരെ മോശം റോഡിൽ കൂടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ടും അങ്ങനെ തീരെ അടിതട്ടുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ സെഡാൻ എടുത്താൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുമെന്നുള്ളത്. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സ്ലാവി എടുത്താലും വെർട്ടിസ് എടുത്താലും അതുപോലെ തന്നെ ഹോണ്ട സിറ്റി എടുത്താലും ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് നിലവിലെ ജനറേഷനിലുള്ള സെഡാൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസിലൂടെ കിടക്കുകയാണെങ്കിലും 205, 55, 16 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. ഡ്യുവൽ ടോൺ അലോയിൽ നോക്കുകയാണ്, അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ പറയാനുള്ളത്. ഇനി നമുക്ക് റിയർ ഡിസൈനിലും പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വെർണയുടെ റിയർ ഡിസൈൻ നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വാഹനത്തിനോട് ഇഷ്ടം തോന്നുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് വരുന്നൊരു രൂപമാണ്. ബാക്ക് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കെട്ടത്തിയാൻ കിട്ടിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. അത് ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് അതും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു LED സെറ്റപ്പാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നതും ഒരു 3 വരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ലിപ് സ്പോയിലർ പോലൊരു പോർഷൻ കാണാം. അത് അത്യാവശ്യം കനത്ത ഒരു സ്പോയിലർ തന്നെയാണെന്നാണ് പറയേണ്ടത്. അതുമൊക്കെ കമ്പനി ഇൻബിൽട്ട് നൽകിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്. റിയർ സൈഡ് കാണുമ്പോഴും ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ് ഏറ്റവും പുതിയ വെർണയുടെ ഒരു ഇഷ്ടം തോന്നുന്നത്. കാരണം ഇങ്ങനെ നീണ്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ന് തോന്നിപ്പോകുന്നൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ റിയർ ഡിസൈനും ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ ഒരുപാട് ഡിസൈൻ ഗിമിക്സ് ഉള്ളൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഏറ്റവും പുതിയ വെർണയെ കാണാം. ഫ്രണ്ട് ഡിസൈനെ പറ്റി പല അഭിപ്രായങ്ങൾ കാണും. പക്ഷേ റിയർ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു സെഡാൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബൂട്ട് സ്പേസ് തന്നെയാണ്. അതിലും വെർണ ഒട്ടും മോശമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സും ബാക്കി കാഴ്ചകളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പുതിയ വെർണയുടെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ എന്താ പറയുക, ഡിസൈൻ കൊണ്ട് തകർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഡാഷ്ബോർഡിൻ്റെയൊക്കെ ആ കംപ്ലീറ്റ് വരുന്ന ആ ലേഔട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരുന്ന രീതി, ഇവിടുന്ന് കുറച്ച് കട്ടിങ്ങും ഗ്രീസിങ്ങും ഒക്കെ, അതുപോലെ തന്നെ AC വെൻ്റൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ കൂടെ ആംബിയൻ ലൈറ്റിങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഒരു വൈറ്റും ബ്ലാക്കും കൂടെയുള്ള ഒരു ഇൻറ്റീരിയർ കോംബോ ആണ് ഈ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡലിന് വരുന്നതെങ്കിൽ ഇതിൻ്റെ ടെർബോ ചാർജ് എഞ്ചിനോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. അത് കുറച്ചുകൂടെ അടിപൊളിയാണ്. എങ്കിലും ഇവിടെ സ്വിച്ച് കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുള്ളെങ്കിലും ഇതിൽ രസകരമായിട്ടുള്ള സംഭവം എന്താ, നമുക്കിപ്പം ഇത് ഫുൾ ഒരു AC, ഒരു ഓട്ടോ ക്ലൈമറ്റ് AC കൺട്രോൾസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ അത് ഫുള്ള് മ്യൂസിക് കൺട്രോൾ ആയിട്ട് മാറും. ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് അത് നമുക്ക് AC കൺട്രോൾ ആയിട്ട് മാറും. അതൊക്കെ രസകരമായിട്ടുള്ള ഫീച്ചറാണ്. അതുപോലെ തന്നെ ഒരു കിഡിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ
നാവിഗേഷൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഫോൺ കണക്ടിവിറ്റി, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് അതിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബ്ലൂ ലിങ്ക് ടെക്നോളജി അതെല്ലാം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് റിവേഴ്സ് ഇടുമ്പോൾ ഒരു അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും ഇവിടെ വെന്റിലേറ്റർ സീറ്റ്, ഫ്രണ്ട് കോ ഡ്രൈവർക്കും വെന്റിലേറ്റർ സീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് കാണാനും നല്ല പ്രീമിയം ലുക്കുണ്ട്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ്, ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഹ്യുണ്ടായി ലൈനപ്പിൽ വെർണയ്ക്ക് മാത്രമാണ് ഈ സ്റ്റിയറിംഗ് വീൽ ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. പാഡ് ഷിഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീഡിയ കൺട്രോൾസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ഫംഗ്ഷനും നൽകിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോൾ ഇട്ട് വരുമെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണ്. അതിൻ്റെ ഓരോ ഡ്രൈവ് മോഡ് മാറ്റുമ്പോഴും അതിൻ്റെ തീമൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. ടയർ പ്രഷർ മോണിറ്ററിങ്, സ്പീഡോമീറ്റർ, RPM മീറ്റർ, അങ്ങനെ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവിടെ കിട്ടും. ഡോർ പാഡിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ഇവിടെ ആംബിയൻ ലൈറ്റിങ്, അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെ ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, പവർ വിൻഡോ കൺട്രോൾസ്, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഡോർ പാഡിലും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൽ വരുന്ന മ്യൂസിക് സിസ്റ്റം വരുന്നത് ബോസിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കേഴ്സ്, 2 ട്യൂട്ടേഴ്സ്, ഒരു സബ് വൂഫറൊക്കെ ആയിട്ട് ഗംഭീര മ്യൂസിക് ക്വാളിറ്റി ആണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഒരു സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. അങ്ങനെ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വെർണയുടെ റിയർ സീറ്റിലോട്ട് കയറിയിരിക്കുവാണ്. നല്ല സുഖമാണ് കേട്ടോ, കയറാനും ഇറങ്ങാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ശരിക്കും റിയർ സീറ്റിലോട്ട് ഞാൻ ഇത്ര നേരം ഈ വണ്ടി ഫ്രണ്ട് 2 സീറ്റിൽ മാത്രമേ ഇരുന്നുള്ളൂ. ബാക്കിലോട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്താണ് ജസ്റ്റ് കയറിയിരുന്നത്. ഭയങ്കര രസമുണ്ട്. കാരണം ഇവിടെ ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ വ്യൂ ആണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര റൂമി ഫീലുണ്ട്, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഫീൽ. കാരണം ഫുള്ളി ഒരു വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ടൊക്കെ ചാടിച്ച് നിർത്തിയിരിക്കുന്നുണ്ട്. നല്ല സീറ്റിംഗ് കംഫർട്ട് ഉണ്ട്. ഇനിയിപ്പോൾ 2 പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കിട്ടില്ല ആംറസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു ഷോപ്പ് ഡ്രിവൺ വാഹനമായിട്ട് കൂടെ നിങ്ങൾക്ക് ഒരു ഹ്യുണ്ടായി വെർണയെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്സ്, റിയർ AC വെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിലും നല്ല ലെഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് സ്പേസ്, സ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൺ ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. അതുകൂടി കിടിലം ഫീച്ചറാണ്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണെന്ന് എഴുതിക്കുന്നത് ബോസ് എന്ന് അവിടെ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോട്ടിൽ ഹോൾഡേഴ്സും കാണാം. അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവം എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രൈവിലോട്ടുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഹ്യുണ്ടായി വെർണ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകണം. കുറച്ചധികം സമയം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിലും നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി മാത്രം വീണ്ടും ഒരു ഡ്രൈവ്. ജസ്റ്റ് നമ്മൾ ഡ്രൈവിലോട്ട് എടുത്തിട്ട് വളരെ സ്മൂത്താണ്. കാരണം 4 സിലിണ്ടർ എഞ്ചിനാണ്, 1500 cc ആണ്. അതുപോലെ തന്നെ ഒരു 113 VHP പവറും 143 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറലി ആസ്പെക്റ്റഡ് എഞ്ചിൻ. അപ്പോൾ നമുക്ക് ഇത്രയും CC ഉള്ളതുകൊണ്ട് തന്നെ, അതും 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്കോ മോഡിലാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നോർമൽ, സ്പോർട്സ് ഒന്നും ഇട്ട് കാല് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇപ്പോൾ എറണാകുളത്തില്ല. നല്ല തിരക്ക് പിടിച്ച സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്യാം. കാരണം പാഡിൽ ഷിഫ്റ്റേഴ്സൊക്കെ ഉണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. കാരണം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതും നല്ല രസമായിട്ട് ഓടിക്കും. ഇപ്പോൾ സ്പോർട്സ് മോഡിലോട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ട 0 to 100 ഒക്കെ നിസ്സാര സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാം. വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ കയറിപ്പോകും. ബ്രേക്കിങ്ങും ഒക്കെ ആണെങ്കിൽ നല്ല പക്കയാണ്. നമുക്ക് നല്ല രസമായിട്ട് ഓടിക്കാം. ആ എക്സോസ്റ്റ് നോട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വളരെ പെപ്പി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ഇത്രയും ഒരു സെഡാനാണെങ്കിലും അത് ആ ഫ്ലോർ ചെയ്ത് കിടക്കുവാണ്. കാരണം ഭയങ്കര ഗ്രൗണ്ടായിട്ട് കിടക്കുവാണ്. ഗ്ലോർ ചെയ്ത ഫീലാണ്. എന്നാൽ നല്ല വിസിബിലിറ്റിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചൊന്നും ബോധപ്പെടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ കയറി പോകണമെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് നമ്മൾ ആ ഒരു ടെർബോ ചാർജിൻ്റെ ഒരു കിക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 1.5 ലിറ്റർ ആണെന്നുള്ളതാണ് എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല രസമായിട്ട് ഓടിച്ചു പോകാം. സീറ്റിംഗ് പൊസിഷനൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സെഡാൻ ആണെങ്കിൽ കൂടി നമുക്ക് നല്ല വിസിബിലിറ്റി, നല്ല ഗ്ലാസ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ തീരെ താന്നു പോകുന്ന ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. മീറ്റർ കൺസോളൊക്കെ ഇങ്ങനെ താന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസകരമായിട്ട് ഓടിച്ചു പോകാവുന്നൊരു അനുഭവം തന്നെയാണ് ഏറ്റവും പുതിയ വെർണയുടെ ഡ്രൈവിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 19 കിലോമീറ്ററാണ്. എങ്കിലും മര്യാദക്കൊക്കെ ഓടിച്ച ഒരു 13 കിലോമീറ്ററൊക്കെ റിയൽ ലൈഫ് മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ് ഈ വാഹനത്തിലിരിക്കുന്നത്. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഓടിക്കുന്ന ഈ നോൺ ടർബോ വെർഷൻ വരുന്നത് ഒരു CVT, കമ്പനി IVT എന്ന് വിളിക്കുന്ന CVT ടെക്നോളജിയാണ് വരുന്നത്. എങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള CVT ആണ്. ഇനി നിങ്ങൾ ടെർബോ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ മാനുവൽ വെർഷനും ഉണ്ട്. മാനുവൽ വെർഷൻ ഈ കാലത്ത് ആരെങ്കിലും ചൂസ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എടുക്കുന്നവരുണ്ടാകാം.
അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഹ്യുണ്ടായി വെർണ ഇന്നൊന്ന് അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. കാരണം 2025 ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഹ്യുണ്ടായി വെർണ ഓടിക്കുന്നത്. കാരണം ഇത് ലോഞ്ച് ചെയ്ത സമയത്താണ് കാര്യമായിട്ട് ഇതിലെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം എന്തോ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അധികം വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഹ്യുണ്ടായി വെർണ ഞാൻ ഇത്രയും സമയം അടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം സെഡാനുള്ളൊരു ഇഷ്ടം നമുക്ക് എക്കാലത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഹ്യുണ്ടായി ലൈനപ്പിലുള്ള ഏത് വാഹനം നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോപ്പുലർ ഹ്യുണ്ടായി ആണ് നമ്മളെല്ലാ വാഹനവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പായ പോപ്പുലർ ഹ്യുണ്ടായി എക്കാലത്തും മികച്ച സർവീസ് അഭിപ്രായമാണ് അവരെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ നല്ല സെയിൽസും സർവീസും ഒരുപാട് സർവീസ് സെൻറ്റേഴ്സും എവിടെ നോക്കിയാലും ഷോറൂം ഒക്കെ ഉള്ളത് പോപ്പുലർ ഹ്യുണ്ടായിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹ്യുണ്ടായി വാഹനമാണ് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.